ഞങ്ങളത് കഴിഞ്ഞ കൊല്ലം കുറേ കളഞ്ഞു നെല്ല്, പകുതിയോളം കളഞ്ഞത് കഴിഞ്ഞ കൊല്ലം. പിന്നെ ഈ കൊല്ലം ഇങ്ങനെ വെറുതെ തരിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു ഇവരെല്ലാം തരിച്ചിട്ടിരിക്കുക. താഴെ ഭാഗത്തൊന്നും ആരും കൃഷി എടുത്തിട്ടില്ല ഇപ്രാവശ്യം. ഈ വയലൊക്കെ ഫുള്ള് കൃഷി ചെയ്തോണ്ടിരുന്ന പിന്നെ ഇത് ഫുള്ള് താഴെ വരെ 100 ഏക്കറോളം ഉണ്ട് വയല്. അതിലിപ്പോ എത്ര ഏക്കർ ചെയ്യുന്നുണ്ടാവും? അതിപ്പോ ഏകദേശം കുറെ ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞു. ഇത് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. 30,000 മുടക്കി കൃഷി എടുത്തതാ. ഒരാഴ്ച കഴിഞ്ഞ് കൊയ്യാനായി. വലിയ ബുദ്ധിമുട്ടാ. ഞങ്ങൾക്ക് വേറെ വരുമാനവും ഇല്ല. നെൽകൃഷി ജീവിക്കുന്ന ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷമൊന്നും വേണ്ടി വരികയില്ല. അതിന് മുന്നേ നമ്മൾ മുഴുവൻ നെല്ലും അന്യസംസ്ഥാനത്തു നിന്ന് മേടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. ഇവിടെ ഈ ഗ്രീൻ നെറ്റ് മൊത്തം കളഞ്ഞിട്ടാണ് അതിന് ഇങ്ങോട്ട് കയറിയത്. ഇത് മൊത്തം കളഞ്ഞാലേ? ഇത് മൊത്തം കളഞ്ഞതാ. ഞങ്ങൾ പിന്നെ പെൻസിങ് ഇടലുണ്ടായിരുന്നു. പെൻസിങ് ഇട്ടൊരു കാര്യം ചവിട്ടി മറിക്കലാണ്. കറക്റ്റാ കാലേ വന്ന് ചവിട്ടും മറിച്ചങ്ങ് ഇടും. ഒരു കണ്ടെന്ന് പോയാൽ നല്ലൊരു പൈസ നഷ്ടം വരുന്നുണ്ട് നമുക്ക്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം പൊടിപ്പൂട്ട് പൂട്ടി, പിന്നെ അത് വരമ്പരിഞ്ഞ് ചെളിപ്പൂട്ട് പൂട്ടി, പിന്നെ പണി തന്നെയാണ് ഈ കൊയ്ത്ത്. അത് ഇതെല്ലാം വരുമ്പോൾ നല്ലൊരു ഇത് വരും മുടക്ക് വരുന്നുണ്ട്. മൊത്തം 12 ഏക്കറാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഏക്കർ വീതം കൊടുത്തു. അതാണ് ഫുള്ള് ഏകദേശം കളഞ്ഞത് ഇന്നലെ മെഞ്ഞാന്നും കൂടി. കുറേ കളഞ്ഞു. ഇവിടെ ഈ ഞങ്ങൾ പടക്കം കണിക്കലുണ്ട്. ഈ ലാമ്പ് കൊളുത്തി ഒച്ചയാക്കാൻ വേണ്ടിയിട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടി ആനൊക്കെ വന്ന് കമ്പി തട്ടുമ്പോൾ ഈ കല്ല് അങ്ങ് വീണ് പ്രസ്സായി പൊട്ടും. ഇത് അപ്പോൾ അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഇത് കുറച്ച് തിന്നത്. അതിന് മുന്നേ ഞാൻ കെട്ടാത്തത് കൊണ്ട് അവിടെ കുറേ കളഞ്ഞു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ കല്ലിൻ്റെ അവിടെ സിഗരറ്റ് ലാമ്പ് വെക്കുമായിരിക്കും. ഇത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വീഴും. അങ്ങനെ അതിൻ്റെ ഇത് പൊട്ടൂല്ലേ? അപ്പോൾ പൊട്ടു. അങ്ങനെ പൊട്ടിയതുകൊണ്ടാണെന്ന് അറിഞ്ഞത്. നമസ്കാരം. ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ നടവേലി നെയ്ക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു കർഷകൻ്റെ കുറേ അധികം നെൽകൃഷി, അതായത് ബിരിയാണി അരി, ഗന്ധകശാല അരി അടങ്ങുന്ന നെൽകൃഷി നശിപ്പിച്ചിരിക്കുകയാണ് കാട്ടാന. ഈ നെയ്ക്കുപ്പ ഭാഗത്ത് നമ്മൾ ഇതിനു മുന്നേ കാട്ടാന ശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൂടെ കാണിച്ചിരുന്നു. സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം തന്നെയാണ്. കാരണം വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഈ പ്രശ്നങ്ങൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നെല്ലും കാര്യങ്ങളൊക്കെ വിളവെടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ വിളവെടുക്കാനായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വീണ്ടും വർദ്ധിച്ചു വരുവാണ്. നമ്മളിപ്പോൾ ഏതായാലും നെയ്ക്കുപ്പ ഭാഗത്താണുള്ളത്. നമ്മൾ ആ ഒരു കർഷകൻ്റെ വയലിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ കർഷകനോട് തന്നെ നമുക്ക് നേരിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അനന്തകുമാർ. ഇവിടെ ഇങ്ങനെയല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ശല്യമാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ആണല്ലേ? ഇവിടെ നെൽകൃഷി കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്ന? പണ്ട് മുതലേ ചെയ്യുന്നത്. പണ്ടിങ്ങനെ ശല്യം ഇല്ലായിരുന്നു കാര്യം. ഇപ്പോൾ ശല്യം കൂടി വരിക. കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം റെയിൽ ഫെൻസിങ് വരും പറഞ്ഞിട്ട് ഇവരിൽ JCBക്ക് വഴിയെല്ലാം വെട്ടി. പിന്നെ വഴി അല്ല, ഈ പശുവിനെ കെട്ടി ഈ ഭാഗത്ത് വഴിയെല്ലാം കെട്ടി എൻ്റെ അളവും കാര്യമൊക്കെ എടുത്ത് പോയതാ. പിന്നെ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി ഇപ്പം ഇല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുറേ ട്രെഞ്ചും തൂർത്തി ഇവർ അവിടെ കയറ്റി. ആ ട്രെഞ്ച് തൂർത്തിയ ട്രെഞ്ച് അതിൽ കൂടി കടന്ന് വരുന്നത് ആന. ഫെൻസിങ് കമ്പി കെട്ടിയിട്ട് ഒരു 10-20 കൊല്ലമായി. അന്ന് പിന്നെ കെട്ടി ഇതുവരെ ഒരു പിന്നെ അറുത്ത് മരത്തിലിങ്ങനെ കയറി നിൽക്കുക. കറണ്ട് കുറവാ, ചാർജ് കുറവാ. ഇത് 2 മിഷൻ വെക്കേണ്ട ഏരിയ ഉണ്ട്. 1 മിഷൻ വെക്കുന്നവര്. ഈ വഴിക്ക് ഇറങ്ങി വരുന്ന കൂടുതൽ ഇതിലേ വരുന്നത് ഇങ്ങനെ കടന്ന്. അപ്പോൾ ഈ നെൽകൃഷി ഇവിടെ എന്ത് തരം നെല്ലാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വലിച്ചൂരേ ചെയ്തത്. അത് വീണ് പോകുന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഈ തൊണ്ടിയാണ് നട്ടത്. കുള്ളം തൊണ്ടി എന്ന് പറഞ്ഞ നെല്ലാണ് കൃഷി എടുത്തത് ഞങ്ങൾ. പിന്നെ കന്തശാല, പിന്നെ ആതിരയും ചെയ്യലുണ്ട്. ആന വന്ന് കൂടുതലും കന്തശാല കളഞ്ഞല്ലേ? ആന വന്ന് കൂടുതൽ കന്തശാലയാണ് കളഞ്ഞത്. ആണല്ലേ? ഇവിടെ എത്ര ഏക്കർ ചേട്ടൻ കൃഷി ചെയ്യുന്നത്? അത് 8 ഏക്കർ ഉണ്ട്. മൊത്തം 12 ഏക്കറാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഏക്കർ വീതം കൊടുത്തു. അതാണ് ഫുള്ള് ഏകദേശം കളഞ്ഞത് ഇന്നലെ മെഞ്ഞാന്നും കൂടി. കുറേ കളഞ്ഞിട്ടുണ്ടല്ലോ? കുറേ കളഞ്ഞു. നമുക്ക് എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? സ്ഥലം കാണിച്ചു തരാം. അങ്ങ് താഴെ അല്ലേ? ഇവിടെയുണ്ടോ ഈ? അതെ, ഇവിടെ ഈ ഞങ്ങൾ പടക്കം കണിക്കലുണ്ട്. ഈ ലാമ്പ് കൊളുത്തി ഒച്ചയാക്കാൻ വേണ്ടിയിട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടി ആനൊക്കെ വന്ന് കമ്പി തട്ടുമ്പോൾ ഈ കല്ല് അങ്ങ് വീണ് പ്രസ്സായി പൊട്ടും. ഇത് അപ്പോൾ അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഇത് കുറച്ച് തിന്നത്. അതിന് മുന്നേ ഞാൻ കെട്ടാത്തത് കൊണ്ട് അവിടെ കുറേ കളഞ്ഞു. അതിൻ്റെ ഉൾവശം അവിടെ കാണുന്നില്ല. അത് കുറച്ച് 10-20 ദിവസമായി ഇതിങ്ങനെ കളഞ്ഞു. കമ്പിയെ പടക്കം കിട്ടുമോ? അവിടെ ആ സ്റ്റാൻഡ് അത് കണ്ടില്ലേ? അതൊന്ന് കാണിച്ചു തരുമോ? സ്റ്റാൻഡ് നോക്കാം നമുക്ക്. ഓക്കെ. കേട്ടോ പരിപാടി. കറണ്ടും കൊണ്ടും ആന നിൽക്കാതെ വരുമ്പോൾ പുതിയ ടെക്നിക്കുകൾ ഇവർ കണ്ടുപിടിക്കുന്നുണ്ടോ?
ഇതിപ്പോൾ വിളവെടുക്കാനായതാണോ ചേട്ടാ? ആ പിന്നെ ഇത് ഒരു 10-15 ദിവസം വേണ്ട, അതിന് മുന്നേ കൊയ്യാ നമുക്ക്. ആണല്ലേ? ആ അത്ര ആയില്ലേ? അത്ര ആയതാ. ഭയങ്കര ശല്യമാണ്, പണ്ടിങ്ങനത്തെ ശല്യം ഇല്ലായിരുന്നു. ആ ഇപ്പം എത്ര കാലമായി ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു 10 കൊല്ലെങ്കിലും ആയിട്ടുണ്ടോ. 10 കൊല്ലം. എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ശല്യേ ഇല്ല. ആണല്ലേ? ആ ഇപ്പോഴേ കൂടിയല്ലേ? ഇതുകൊണ്ട് ഇതെങ്ങനെയാണ് വെക്കല്? ആ ഇങ്ങനെ. അപ്പോൾ അടിയിൽ രാമ്പ് എന്തെങ്കിലും കെട്ടി തൂക്കി ഇടും. ഏത് സിഗരറ്റ് ലാമ്പ്? ആ സിഗരറ്റ് ലാമ്പ്. അത്തലോട്ട് വീഴും. അതിലേക്ക് വീഴുമ്പോൾ പൊട്ടു. അത് ഗ്യാസിൻ്റെ ഇതാണല്ലേ. അത് കൊള്ളാം, ഐഡിയ കൊള്ളാം. അതായത് ഇപ്പം ആന ഇതിപ്പോൾ ഈ കാണുന്ന കമ്പിയിൽ തട്ടും. ആ ഈ കമ്പിയെ തട്ടുമ്പോൾ വീഴും. അത് കമ്പ് മറിയും. ആ കമ്പി വീഴും. കമ്പി പൊട്ടുമ്പോൾ ഇത് താഴെ പ്രശ്നം വീഴും. അത് നോക്കാൻ വേണമെങ്കിൽ ഇത്തരല്ലേ? അപ്പോൾ ഈ കല്ലിൻ്റെ അവിടെ സിഗരറ്റ് ലാമ്പ് വെക്കുമായിരിക്കും. ആ ഇത് ഇങ്ങനെ 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 വരുമ്പോൾ ഇങ്ങനെ വീഴും. ഓഹോ അങ്ങനെ അതിൻ്റെ ഇത്. അപ്പോൾ പൊട്ടൂല്ലേ? അപ്പോൾ പൊട്ടു. അങ്ങനെ പൊട്ടിയതുകൊണ്ടാണെന്ന് അറിഞ്ഞത്. അറിഞ്ഞതല്ലേ? നല്ല സൗണ്ട് ആയിരിക്കും അല്ലേ? ആ നല്ല ഒച്ച. സിഗരറ്റ് ലാമ്പ് ആയതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമില്ലല്ലോ. വേറെ കുഴപ്പമില്ല. അതൊന്നും പറയാമല്ലോ. അതെ അതെ. സ്ഥിരം ആനയുണ്ടല്ലേ? ആ സ്ഥിരം ആനയുണ്ട്. ആനയല്ലാതെ മറ്റ് വേറെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വരാറുണ്ടോ? ഇപ്പം പന്നി ശല്യം കുറവുണ്ട് എന്തായാലും. ആണല്ലേ? ആദ്യം ഭയങ്കര ശല്യമായിരുന്നു പന്നി. ഇപ്പം പന്നി ശല്യം. ഇപ്പം കുരങ്ങാണ്. കുരങ്ങും ഈ ആനയും. പകല് കുരങ്ങും, രാത്രി ആനയും. 2 നേരവും ബുദ്ധിമുട്ടല്ലേ? ഈ കാണുന്ന ആ സ്ഥലത്താണോ? ഇവിടെയാണോ കാവലെടുക്കുന്നത്? ആ കാവല് ഇതിലാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് കിടക്കുന്നത്? അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഓഹോ. അപ്പോൾ രാത്രി ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ആനനെ കാണൂല്ലേ? ആ രാത്രി കാണും. ഒറ്റയ്ക്കാണ് കിടക്കുന്നത്? അല്ല, വേറെ 2 പേരുണ്ട്. ആണല്ലേ? ഇവിടെ ഇങ്ങനെ ഇപ്പം ആർക്കും കിടക്കാൻ പേടി എല്ലാവർക്കും. ഇത്രയും താഴ്ചയിലൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കൂടി ഉറങ്ങാനുള്ള ഇതില്ല ശരിക്കും. ഇത്രയും താഴ്ചയിൽ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ പേടിയാവൂലേ? പേടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നിർത്തിയില്ലാണ്ട് കിടക്കല്ലേ? അതെ അതെ. നിങ്ങളുടെ വീടൊക്കെ ഈ ഭാഗത്തായിട്ടായിരിക്കും? വീട് അതല്ല, അക്കരെയാ വീട്. ഇവിടെയും വീടുകളുണ്ടല്ലേ? ഇവിടെ കോളനിയാ. കോളനിയിലെ ഈ ഭാഗത്ത് നെല്ല് കളഞ്ഞൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് അപ്പുറത്തെ താഴെ മേലെ വേണമെങ്കിൽ കുരങ്ങ് കളഞ്ഞൊക്കെ പോയി നോക്കാം വേണമെങ്കിൽ. കുരങ്ങ് കളഞ്ഞിട്ടുണ്ടല്ലേ? കണ്ടവനെ കളഞ്ഞിട്ടുണ്ട് കുരങ്ങ്. കുരങ്ങ് എന്താ കളയുന്നത്? ആ നെല്ലിങ്ങനെ ഇത് പറിച്ചെല്ലാം കളയുക. ഓ, കുരങ്ങ് നെല്ല് കളയുന്നുണ്ട്. പിന്നെ കുരങ്ങ് കണ്ടവൻ നെല്ല് കളയുന്നില്ലേ? അല്ലേ? ഇവിടെ ആന ഈ ഒഴിക്കിറങ്ങിയേ? ആനത് ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിലങ്ങനെ അപ്പുറത്തോടെ കയറി. ഒരു കണ്ടം നെല്ല് പോയാൽ എത്ര രൂപയുടെ നഷ്ടം വരും നിങ്ങൾക്ക്? ഒരു കണ്ടെന്ന് പോയാൽ നല്ലൊരു പൈസ നഷ്ടം വരുന്നുണ്ട് നമുക്ക്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം പൊടിപ്പൂട്ട് പൂട്ടി, പിന്നെ അത് വരമ്പരഞ്ഞ് ചെളിപ്പൂട്ട് പൂട്ടി, പിന്നെ പണി തന്നെയാണ് ഈ കൊയ്ത്ത്. അത് ഇതെല്ലാം വരുമ്പോൾ നല്ലൊരു ഇത് വരും മുടക്ക് വരുന്നുണ്ട്. ആ ഈ വഴിക്ക് ഇങ്ങോട്ടാ പോണ്ടേ? അല്ല, ഇതിലിങ്ങനെ കിടക്കും. ഇത് ആന ചവിട്ടി പോയതാ? ആ ഇത് പോയതാ, ആന ചവിട്ടി പോയതാ. വലിയ ആനയാന്ന് തോന്നുന്നല്ലേ? ആ വലുതാ, ഒരു മോഴയാ. ഓ, ഇതാന ചവിട്ടിയത്? ആ ഇതാന ചവിട്ടിയതാ. ഇത്രയും താഴ്ന്നു പോകുന്ന സ്ഥലമാണത്? ആ പിന്നെ താഴ്ചയല്ല, ഇത് നല്ല വലിയ ആനയാ. അത് വലിയ ആന ആയതുകൊണ്ട് താന്നു പോയല്ലേ? അപ്പൊ നമ്മൾ ചവിട്ടുമ്പോൾ അങ്ങനെ താഴുന്നില്ല. അതായത് ഒരു ആന വലിയ മുടുത്ത ആനയായിരിക്കും അല്ലേ? ആ വലിയ ആനയാ. ഇതിലെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയോ? എങ്ങനെ? ഇങ്ങോട്ട് ചാടിയില്ലേ? ഇവിടെ ഇറങ്ങിയിട്ട് ഇതങ്ങ് പൊട്ടിയപ്പോൾ അവിടുത്തെ പടക്കം പൊട്ടിയത്. അവിടെ വെച്ചതേ. അത് പൊട്ടിയപ്പോൾ അറിഞ്ഞു ഞങ്ങൾ. അങ്ങനെ ഞാൻ വേഗം വീട്ടിൽ നിന്ന് വന്നു. ഇവര് കാവൽക്കാരെ അറിഞ്ഞിട്ടില്ല അന്ന്. ആൾക്കാരെ അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഓടി വന്ന് അങ്ങനെ അറിഞ്ഞത്. അതെ. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ? ആ ഇവിടെ എത്തി പിടിച്ചു. അന്നേരത്തേക്ക് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഓടി ഇവിടെ എത്തി. അല്ലേ? ബാക്കി കൂടുതൽ കളഞ്ഞ അപ്പുറത്താ? കൂടുതൽ കളഞ്ഞത് ഇപ്രാവശ്യം. ഞങ്ങളത് കഴിഞ്ഞ കൊല്ലം കുറേ കളഞ്ഞു നെല്ല്. പകുതിയോളം കളഞ്ഞത് കഴിഞ്ഞ കൊല്ലം. ആണല്ലേ? പിന്നെ ഈ കൊല്ലം ഇങ്ങനെ വെറുതെ തരിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇവരെല്ലാം തരിച്ചിട്ടിരിക്കുക. താഴെ ഭാഗത്തൊന്നും ആരും കൃഷി എടുത്തിട്ടില്ല ഇപ്രാവശ്യം. ഈ വയലൊക്കെ ഫുള്ള് കൃഷി ചെയ്തോണ്ടിരുന്ന. പിന്നെ ഇത് ഫുള്ള് താഴെ വരെ 100 ഏക്കറോളം ഉണ്ട് വയല്. അല്ലേ? അതിലിപ്പോൾ എത്ര ഏക്കർ ചെയ്യുന്നുണ്ടാവും? അതിപ്പോ ഏകദേശം കുറെ ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞു. ഇത് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലം അതെ അതെ. ഞങ്ങൾ തന്നെ മോളിങ് ശല്യമായതുകൊണ്ടാണ് ഈ കവുങ്ങ് വെച്ചത്. കവുങ്ങ് വെച്ചപ്പോൾ കവുങ്ങ് ഏകദേശം ഒടിച്ചു കളഞ്ഞു ഞാൻ. ഇപ്പം അത് ആദായം ഇല്ലാണ്ടായി. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോകുന്നത്. ഒന്നും ഒരു സാധനം വെക്കൂല. ഇഞ്ചി നടാൻ പറ്റും. ഇഞ്ചി നട്ട കുരങ്ങെല്ലാം ചീന്തി കളയുക. നെല്ല് നട്ടാൽ ഈ കൊതുമ്പാകുമ്പോഴത്തേക്കും ചീന്താൻ തുടങ്ങും കുരങ്ങ്. പിന്നെ കൊതുമ്പായി ഈ കണ്ടീഷനാകുമ്പോൾ ആനയും വരാൻ തുടങ്ങും. പിന്നെ മാനുണ്ട്. മാനും വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഇത് മുഴുവൻ കളഞ്ഞത് ആന.
ഇങ്ങനെ കയറി ഇറങ്ങിയല്ലേ? കയറി ഇറങ്ങിയത് ഇതിലേ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇതൊക്കെ നടന്നു പോയതാ? ഇതല്ലേ ഇങ്ങനെ ഇതിൽ ഇറങ്ങിയത് അവിടെ എല്ലാം അങ്ങനെ പൊടിച്ചു കംപ്ലീറ്റ്. ഓഹോ. ആ ഗ്യാപ്പ് കാണുന്ന മൊത്തം ഗ്യാപ്പ് കാണുന്ന മൊത്തം കളഞ്ഞതാ. ഇത് പറിച്ച് തിന്നുമല്ലേ? പറിച്ച് തിന്നും. പറിച്ചല്ല ഈ കതിരി ഇങ്ങനെ തിന്നും അല്ലേ? ഗ്യാപ്പ് കാണുന്ന മൊത്തം കളഞ്ഞ കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയ്ക്കോടെ ഇറങ്ങാൻ പറ്റില്ല. ചെളി ഉണ്ടാവില്ലേ? ചെളിയുണ്ട്. ചെളി ഉള്ളതുകൊണ്ടാണ് കുറേ പോയിട്ടുണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഈ നടുഭാഗമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മുകളിൽ നിന്നൊക്കെ നോക്കിയാൽ കറക്റ്റായിരുന്നു കാണാമായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇത്ര നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇതിലെ ഇങ്ങനെ നല്ല രീതി ആ നടുഭാഗത്തൊന്നും കാണാനില്ല. ആ പൊങ്ങി നിൽക്കുന്ന പല ഭാഗം കാലിയായിട്ട് കിടക്കുന്നത് കേട്ടോ. നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം തന്നെ ചേട്ടൻ്റെ പശുവിനെ കുത്തി വെക്കാനായിട്ട് വെറ്റിനറിയിൽ നിന്ന് ആളെത്തിയതാണ് ഈ കാണുന്നത്. അപ്പോൾ പശുവിനെ കുത്തി വെക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നേരത്തെ പറഞ്ഞ ഇത് തന്നെ. ഈ പിന്നെ ഇന്നലെ ഗ്രീൻ നെറ്റ് ഒക്കെ കളഞ്ഞാ? ആന കളഞ്ഞാ? പിന്നെ ഇതൊക്കെ ആന കളഞ്ഞതാ. ഇത് ഒന്നീ കൂടുതലുണ്ടോ ആന? ഇല്ല, ഒരു ആന ഇപ്പൊ വന്നോണ്ടിരിക്കുന്നല്ലേ? ആ മോഴ ആന തന്നെയാ? ആ മോഴ. ഇവിടെ ഏത് ഭാഗത്ത് നിന്ന് ഇറങ്ങിയേ? ഇത് ചക്കട്ട എന്ന് പറയും. ചക്കട്ട അല്ലേ, ചെഞ്ചടി സൈഡിൽ തന്നെ ഇറങ്ങി വരുന്നത്. ആ ഭാഗത്തുനിന്നാ? അല്ല, ഇവിടെ ഫോറസ്റ്റ് ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഇതെങ്ങനെ ഫോറസ്റ്റ് അല്ലേ? ഇങ്ങോട്ടുണ്ടല്ലേ? ഇങ്ങനെ പോയി നീർവാരം വരെ എത്തുക. നീർവാരം പാടം ഇതെല്ലാം കൃഷി എടുത്തോണ്ടിരിക്കുന്ന സ്ഥലം ആയിരുന്നു. ഈ പ്രാവശ്യം എടുത്തില്ല, ഒന്നാമത് ശല്യം കാരണം. ഇതൊക്കെ നെൽപ്പാടങ്ങളല്ലായിരുന്നോ? പിന്നെ ഇതെല്ലാം പാടങ്ങളാണ്. നെൽപ്പാടങ്ങളാണ് കേട്ടോ. ഒരു സാധനം ഇല്ല കേട്ടോ. ചുമ്മാ തരിശ് ഭൂമിയായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി കേട്ടോ. നെൽകൃഷി എല്ലാവരും ചുമ്മാ കിടക്കുമായിരുന്ന സ്ഥലമൊക്കെ ആലോചിച്ച് നോക്കി. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷമൊന്നും വേണ്ടി വരികയല്ല. അതിന് മുന്നേ നമ്മൾ മുഴുവൻ നെല്ലും അന്യസംസ്ഥാനത്തു നിന്ന് മേടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ ഈ ഗ്രീൻ നെറ്റ് മൊത്തം കളഞ്ഞിട്ടാണ് അതിന് ഇങ്ങോട്ട് കയറിയത്. ഇത് മൊത്തം കളഞ്ഞാലേ? ഇത് മൊത്തം കളഞ്ഞതാ. ഞങ്ങൾ പിന്നെ ഫെൻസിങ് ഇടലുണ്ടായിരുന്നു. ഫെൻസിങ് ഇട്ടൊരു കാര്യം ചവിട്ടി മറിക്കലാണ്. കളയാലേ? കറക്റ്റാ കാലേ വന്ന് ചവിട്ടും മറിച്ചങ്ങ് ഇടും. ചവിട്ടി മെതിച്ച് വന്നല്ലേ? പിന്നെ ചവിട്ടിയത് അങ്ങോട്ട് അത് കൊണ്ടുപോകാൻ കളഞ്ഞു. ഇത് മൊത്തം ഗന്ധശാലയല്ലേ? ഇത് മൊത്തം ഇല്ല, ഇത് ഇത്രയേ ഉള്ളൂ കന്തശാല. ബാക്കി ഇത് മറ്റേ വലിച്ചൂരി എന്ന് പറഞ്ഞ സൈസിനല്ല ഇത്. ഇതുള്ളൂ. ഇതിങ്ങനെ 3:30 വരെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് നോക്കിക്കൊണ്ടിരുന്നു. പോയ കാൽപ്പാടാട്ടെ കാണുന്നത്. 4 മണിക്കാണ് വന്നത്. ഈ വയസ്സത്ത് കൊണ്ട് കേട്ടോ 2 കണ്ടാണ്. ഇത് ആകപ്പാലം 4 കണ്ടം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആകെ 4 കണ്ടം. 2 ഏക്കറാ കൃഷി ഇങ്ങനെ അല്ലേ? ഓക്കെ. ദൂരെ സ്ഥലങ്ങളാണ് കളഞ്ഞേക്കുന്നതെന്ന് ഭീകരമായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പുറ സൈഡ് കൊണ്ടല്ലേ? ഇത് ഫുള്ള് കളഞ്ഞതാണ്. ഈ 2 കണ്ടം ഇങ്ങനെ. ഈ ഒരു കണ്ടം മൊത്തം ഏകദേശം തീർന്നല്ലേ? ഏകദേശം ഇത് ഇച്ചിരി അങ്ങോട്ട് വരാം. ഇതും തീർന്നു. നെല്ല് നമ്മൾ നടുക, ആന കൊയ്തോളൂ അല്ലേ? എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് കൃഷി എടുക്കുന്നത്? ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ പണ്ട് മുതലേ മുത്തച്ഛൻ്റെ കാലം മുതലേ കൃഷി ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ അരി മേടിക്കൽ ഇത്രയും സ്ഥലം വെച്ച് അരി മേടിച്ചാൽ ജനങ്ങളെന്ത് പറയും? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത് തന്നെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി. സ്വന്തം ആവശ്യങ്ങൾക്ക്. ചവിട്ടി ഇങ്ങ് തിന്നു പോയതല്ലേ? ചവിട്ടി തിന്ന് ഇങ്ങനെ അങ്ങനെ നടക്കോട്ടുണ്ട്. അതിൽ ഇറങ്ങാൻ പറ്റും അങ്ങനെ? ഈ സൈഡിലുണ്ട് കേട്ടോ വലിയ കാൽപ്പാടതാ. നിങ്ങൾക്കൂടെ കാണാം. എൻ്റെ കാല് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കി വലിയ കാൽപ്പാടാണ് കേട്ടോ. നമ്മൾ മുഴുത്ത ആനയാണ്. ഇത് മൊത്തം കളഞ്ഞിട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കളഞ്ഞേക്കുന്നു. ഇതിലിങ്ങനെ നടന്ന് വന്ന് ഇങ്ങനെ വന്ന് ഇതിലിങ്ങനെ പോയി. ഇവ
പല വഴി കൂടെ ഇത് പുള്ളി പോകാൻ പറ്റുന്നിടത്തോളം മാക്സിമം കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കണ്ടത്തിലാണെങ്കിൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇതാക്കണം. നടുഭാഗത്തോടെയൊക്കെ ഉണ്ട്. ആ നടുഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. നമ്മൾ ആദ്യം കണ്ട ആ കണ്ടത്തിൽ നമുക്ക് നടുഭാഗത്തോട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. ഇത് എൻ്റെ ഗന്ധശാലയല്ലേ? ഏത് ഈ കാണുന്നേ? ആ അത് ഗന്ധശാല അല്ലേ? ഇത് ഈ കാണുന്ന ഗന്ധശാല കേട്ടോ. നമുക്കിതിൻ്റെ അരിയുടെ മണമൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ, ഇത് വലിച്ചൂരി കേട്ടോ. ഇത് ആണ് വരുന്നത് ഉണ്ടോ? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. ഉള്ളിൽ ഉണ്ടോ പച്ചയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ബിരിയാണിയുടെ ഇതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ലുള്ള അരി അല്ലേ? ആ അത് സ്മെല്ലുള്ള അരിയാ. പിന്നെ ഉണ്ടോ ഇതേപോലെ ആയി നിൽക്കുന്ന നെല്ലുകളാട്ടോ കളഞ്ഞേക്കുന്നത്. ഇത് മൊത്തം കളഞ്ഞാലേ? പിന്നെ ഇത് മൊത്തം കളഞ്ഞതാ. ശരിക്കും ഒരു JCB കയറി പോയി. പക്ഷെ ഇന്നും വരും ഇത്. ഓ ഈ ഭാഗത്ത് ഇങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടല്ലേ? ആ അവർ പോഷകാർ നമ്പർ തന്നിട്ടുണ്ട്. അവർ വിളിക്കാനാണ് പറയുന്നവർ. വിളിച്ചു കഴിയുമ്പോൾ അവർ വരും. ഇന്നലെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആന ഓടിച്ച് വിട്ടാൽ പുറകെ ഇവർ അങ്ങ് പോയി. പിന്നെ വന്നില്ല. പിന്നെ മോള് 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. അങ്ങനെ അച്ഛന് കൈക്ക് സുഖമില്ല, നിങ്ങളാരെങ്കിലും വന്ന് നോക്കണം എന്ന് പറഞ്ഞോണ്ട്. ഈ മൊത്തം തീർത്തല്ലേ ഈ കണ്ട? ആ ഈ കണ്ട തീർന്നു. കംപ്ലീറ്റ് വന്നു കേട്ടോ. അങ്ങോട്ടും ഉണ്ടല്ലേ? പിന്നെ ആ അതല്ലേ ഇതിങ്ങനെ ഉണ്ട് കേട്ടോ. അത് മൊത്തം ഈ കണ്ട മൊത്തം കളഞ്ഞിട്ടുണ്ട്. കുറച്ചല്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഇപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഭാഗത്തില്ല കേട്ടോ. കാര്യമായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഇതുണ്ടോ മൊത്തം പോയപ്പോഴാണ്. നമുക്ക് നടന്ന് വരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സ്ഥലത്ത് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം. കണ്ട ഉണങ്ങുന്നുണ്ടാവുള്ളൂ അല്ലേ? ആ കണ്ട ഇത് വെള്ളം ഇപ്പോൾ ഒഴിവാക്കിയാ ഞങ്ങളേ. കൊയ്യാൻ ഏകദേശം 10 ദിവസം. ആ ഇനിയിപ്പോൾ കൊയ്യാൻ പാകത്തിന്. ആ കൊയ്യാൻ പാകത്തിന്. ഇന്നും വിളയാടിയായിരുന്നു കേട്ടോ. സാധനം ബാക്കിയില്ല കേട്ടോ. കംപ്ലീറ്റ് കളഞ്ഞേക്കുവാണ്. ഈ ഒരു സൈഡൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സൈഡല്ല, 2 സൈഡിലും. എങ്ങനെ ഇവിടെ മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കൂല? എങ്ങനെ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കൂലേ? ആ അതെ അതെ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. എങ്ങനെയാണെങ്കിൽ അടുത്ത പോലെ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളയാനാണെങ്കിലേ കയ്യിലെ പൈസയും മുടക്കി. അതെ കയ്യിലെ നല്ലൊരു പൈസയാവും ശരിക്കും പറഞ്ഞാൽ. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടുമോ? നഷ്ടപരിഹാരം കൊടുത്താൽ ഞങ്ങളൊരു 25,000 കൊടുത്താൽ ഒരു 4,000-5,000 പാസ്സാക്കി തരും. ഇത്രയേ ഉള്ളൂ അല്ലേ? അതിന് നഷ്ടപരിഹാരം എന്ന് പറയാനും പറ്റുമല്ലേ? ഉണ്ടോ ഇത് ഭാഗം നിങ്ങൾ നോക്കി കംപ്ലീറ്റ് കളഞ്ഞേക്കോട്ടോ. ഇത് മൊത്തം നശിപ്പിച്ചാണ് നമ്മൾ എന്താ പറയുക. കുറേ സമയം ഇവിടെ നിന്നിട്ടുണ്ടല്ലേ? അതെ. ഇത് ആരും അറിഞ്ഞില്ല. അത് വെളുപ്പിനാന്ന് വന്നേ ഇന്നലെ. ഉണ്ടോ ഞാൻ 3:30 വരെ നോക്കി. ഇത് വരും പറഞ്ഞോണ്ട്. ഇതുണ്ടോ ആനപ്പിണ്ടം കണ്ടോ? ഇനിയിപ്പോൾ ആന എല്ലാന്ന് ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും. മൊത്തം കളഞ്ഞേക്കോട്ടോ. കണക്കിനാണെങ്കിൽ ആരും നെൽകൃഷി ഇനി ചെയ്യല. ശരിക്കും നമ്മൾ ഈ പാടത്തോടെ സാധാരണ ഈ സമയത്ത് നടക്കാൻ പറ്റിയില്ല. കാരണം നെല്ല് ഇതായി പോകും. പക്ഷേ ഇതെല്ലാം കൃഷി എടുക്കാൻ വേണ്ടി ട്രാക്ടറിനെല്ലാം പൂട്ടി ഒരുക്കിയിട്ടതാ ആണല്ലേ? ആ പിന്നെ ഇത് വേണ്ടെന്ന് താഴെ തന്നെ അവരെല്ലാവരും ഓരോരുത്തർ ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ആന നടന്നു പോയതിൻ്റെ പാടല്ലേ കാണുന്നത്? ഇതിലിങ്ങനെ ഇങ്ങോട്ടാ പോയേ? ആ ഇതിൽ ഇത് കണ്ടേ ഈ റോഡെ പോയിട്ട് അവിടെ കയറുക അങ്ങനെ അങ്ങോട്ടേക്ക്. ആണല്ലേ? ഈ കണ്ടത്തിൽ കൂടെ തന്നെ പോയേക്കോട്ടോ. ആന നടന്നു പോയ പാടില്ല. ഇതിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുഴിഞ്ഞു കിടക്കുന്നതൊക്കെ നോക്കിയാൽ ഇതെല്ലാം പൂട്ടി എല്ലാം ഇതാക്കി ഇട്ടതാ. കഴിഞ്ഞ പ്രാവശ്യം പൊടിപ്പൂട്ട് പൂട്ടി ഇങ്ങനെ നശിപ്പിക്കായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാലേ? ആ പിന്നെ വേണ്ടെന്ന് വെച്ചതാ കൃഷി. ഫെൻസിങ് ഓൾറെഡി ഉണ്ട്. അത് 10 കൊല്ലം മുന്നേ ചെയ്തതാ. അതൊന്നും വർക്കിംഗ് ആയിരിക്കില്ലല്ലേ? അത് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏരിയ കൂടുതലാണ്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ഫെൻസിങ് മെഷീൻ ഒരു ബാറ്ററി വെച്ചിരിക്കുന്നു ഇങ്ങോട്ടേക്ക്. ദൂരം കൂടുതലാണ്. ഇങ്ങോട്ടേക്ക് ചാർജ് കിട്ടുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി. അതുകൊണ്ട് അതിനുള്ള ഫണ്ടില്ല. ഇതിൽ വരുമ്പോൾ ഇനി വെക്കാന്നാ. അപ്പത്തേക്ക് ഏകദേശം തീരുമാനമാവില്ല? അപ്പത്തേക്ക് ഏകദേശം നിങ്ങൾ നിർത്തും?
കഴിഞ്ഞ പ്രാവശ്യം നാട്ടുകാർ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണ് അത്. പിന്നെ പറമ്പിൽ ചക്കയ്ക്കും അതിന് വന്നിട്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോറിക്ഷയൊക്കെ തട്ടിയില്ലേ? തൊട്ടടുത്തല്ലേ? തൊട്ട് താഴെ ഇവിടെ കേട്ടോ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഓട്ടോറിക്ഷ ചേട്ടൻ്റെ അല്ലേ പ്രായമുള്ള? അതെ അതെ, ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ അതൊരു കൊമ്പനായിരുന്നു, ഇത് മോഴയല്ലേ? മോഴ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? നിർമ്മല. ചേച്ചിയുടെ ആണല്ലേ ഈ ഒരു സ്ഥലം? അതെ. ഇത് ഏകദേശം മുഴുവൻ തന്നെ കളഞ്ഞ രീതിയിലായില്ലേ അല്ലേ? ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആന വരുന്നുണ്ടല്ലേ? ആന വരുന്നുണ്ട്, സ്ഥിരമായിട്ട് ആന വരുന്നുണ്ട്. അപ്പോൾ രാത്രി നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? ഇത് അറിയാറുണ്ടോ? അറിയാറുണ്ട്. അങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് നോക്കൂലേ? ടോർച്ച് അടിച്ചൊക്കെ നോക്കും. അപ്പോൾ പേടിയില്ല ആനയ്ക്ക്. അല്ല, ഒന്നിൽ കൂടുതൽ ആന വരുന്നുണ്ടോ? ഒരു ആനയെ സ്ഥിരമായിട്ട് വരുന്നല്ലേ? വന്നു കഴിയുമ്പോൾ അപ്പോൾ എന്താ ചെയ്യുക? ഓടിച്ചാൽ പോകൂല. ചേച്ചി തന്നെ ഓടിക്കുമോ? ഇല്ല, ഇവര് പണിക്കാരൊക്കെ ഉണ്ടാവില്ലേ? ചേച്ചി അപ്പോൾ ഇവരൊക്കെ അറിയിക്കൂലേ? അവരൊക്കെ അറിയിക്കും, ഫോൺ വിളിച്ചറിയിക്കും. ആങ്ങളെയൊക്കെ വരും. പാപ്പാടെ ഇത് എത്ര 2 ഏക്കറാ ചെയ്തേ? 2 ഏക്കർ. 2 ഏക്കറിൽ ഇപ്പോൾ ഏകദേശം 1.5 എന്തെങ്കിലും ചെയ്തല്ലേ? തിന്നു. 10-30,000 മുടക്കി കൃഷി എടുത്തതാ. അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ കൊയ്യാനായതല്ലേ? കൊയ്യാനായെന്നല്ല. വലിയ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ പോയാൽ? വലിയ ബുദ്ധിമുട്ടാ. ഞങ്ങൾക്ക് വേറെ വരുമാനവും ഇല്ല, നെൽകൃഷി ജീവിക്കുന്നത്. അല്ലേ? ഫോറസ്റ്റുകാർ എന്തെങ്കിലും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം പറഞ്ഞോ? ഇതുവരെയായിട്ട് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതിന് മുന്നേ കളഞ്ഞിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതല്ലേ? ചേട്ടൻ്റെ കൈക്ക് എന്താ പറ്റിയാ? കൈ ഒന്ന് വീണ് തട്ടിന് മുകളിൽ ഭയങ്കര കമ്പിളിപ്പുഴായിരുന്നേ, മരുന്നടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടുന്ന് വീണ് അങ്ങനെ കൈക്ക് ചെറിയ പൊട്ടലായി. അതിപ്പോൾ ആയ ബുദ്ധിമുട്ടായി ശരിക്കും. ഇതും കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ആനനെ ഓടിക്കാൻ. രാത്രി ഇവർക്ക് 3:30 വരെ ഞാൻ ഇവിടെ വന്ന് നോക്കിപ്പോയി. ഇവർക്ക് അങ്ങനെ ആരുമില്ല സഹായത്തിന്. അപ്പോൾ നിങ്ങൾ ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടല്ലോ. നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നെൽപ്പാടം മുഴുവൻ നമ്മളിപ്പോൾ നടന്ന് കണ്ടു. വളരെ കഷ്ടമാട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ. കാരണം ഇത് എത്ര 6 മാസമെങ്കിലും വേണ്ട ചേട്ടാ ഇത് ആകാനായിട്ട്? ഇത് ഞങ്ങൾ ജൂൺ മാസത്ത് കൃഷി ഇറക്കിയതാ. ആണല്ലേ? എന്നാലും അതിന് മുന്നേ ഉള്ള ഈ കണ്ടം കൂട്ടലൊക്കെ അതിന് മുന്നേ തന്നെ ചെയ്യും. ആണല്ലേ? അപ്പോൾ ഏകദേശം ഒരു ഏപ്രിൽ ഞങ്ങൾ കണ്ടെല്ലാം പൂട്ടി റെഡിയാക്കി ഇടും. 8 മാസത്തെ അധ്വാനം കേട്ടോ ഈ നിമിഷനേരം കൊണ്ട് കളയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ഓരോ കർഷകരും ഇതുപോലെ കൃഷി ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൃഷിയോട് ഇത്തരം അവഗണന കാണിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. എല്ലാ ദിവസവും എന്നും ഇത് തന്നെയാണ് കേൾക്കാനുള്ളൂ. ഇതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ പുറകെ കാണുന്ന കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു കണ്ടമൊക്കെ എത്ര വർഷം മുന്നേ ആട്ടെ ഇവിടെയൊക്കെ കൃഷി ചെയ്തോണ്ടിരുന്നത്? ഇത് കഴിഞ്ഞ കൊല്ലം വരെ എടുത്തിരുന്നു ഇവിടെ. കഴിഞ്ഞ കൊല്ലം വരെ. ഈ വർഷം വേണ്ടാന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആന കളഞ്ഞായിരുന്നല്ലേ? പിന്നെ ഇതുപോലെ താഴെ വരെ കളഞ്ഞ ആന. അതെ, കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ മാടത്തിന്റെ നേരെ ഓടി വരിക ചെയ്തായിരുന്നു. ആണല്ലേ? കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആന കളഞ്ഞായിരുന്നു. അവസാനം ആനയുടെ ശല്യം സഹിക്കുക വയ്യാതെ ഈ വർഷം മുതൽ പാടമൊക്കെ ഇതുപോലെ ഇങ്ങനെ തരിശായിട്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള 100 കണക്കിന് ഏക്കറുകൾ സ്ഥലങ്ങൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഇത് ഭയങ്കര ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ കർഷകരൊക്കെ പൂർണ്ണമായിട്ടും കൃഷിയിൽ നിന്ന് ഒഴിവാകും കേട്ടോ. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും കർഷകരൊക്കെ തൊഴിലുറപ്പിന് പോവുകയാണ് അല്ലേ? അതെ, തൊഴിലുറപ്പിന് പോകും. ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു നമുക്ക് പണിയെ തൊഴിലുറപ്പിന് പോകാമെന്ന് പറഞ്ഞത്. അതാണ് അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ്? പറമ്പിലാണെങ്കിൽ ഒരു ആദായവും ഇല്ല. നല്ല കാപ്പിയിലൊന്നും പിന്നെ പോകുന്ന വഴിക്ക് പോവുക, കൊടി പോവുക, എല്ലാ മൃഗങ്ങളും. പച്ചക്കറി നടാൻ പറ്റും. ആന ഇത്രയും വലിയ ജീവിയാണ് നമ്മൾ ആനേനെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിലും ഭീകരമായിട്ടുള്ളൊരു ജീവിയാണ് കുരങ്ങെന്ന് പറയുന്നത്. കുരങ്ങ് ഇതുപോലെ നാശം വരുത്തുന്ന ഒരു ജീവി ഇപ്പോൾ വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുരങ്ങിനെ നമുക്ക് എന്താ പറയുക, പക്ഷേ ആന ഇങ്ങനെ കയറിയാലും മാത്രമേ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തെളിവ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആനയുടെ കൂടുതൽ എടുക്കുന്നത്. പക്ഷേ കുരങ്ങ് അതിലും കൂടുതൽ രൂക്ഷമായിട്ട് തന്നെയാണ് ഇവിടെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് കുരങ്ങ് മച്ചിങ്ങി അറിഞ്ഞിട്ട് ഒരാളുടെ കണ്ണ് പോയതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഭീകരാവസ്ഥയാണ് കുരങ്ങ് കൊണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഏതായാലും വളരെ അവസ്ഥയിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരുടെയും